അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ 2025 നടന്ന ദുറൂസുൽ അഖായിദിൻ്റെ അർദ്ധവാർഷിക പരീക്ഷാ ചോദ്യപേപ്പറാണ് നമ്മൾ വായിക്കുന്നത്. ഒന്നാമത്തെ കോളത്തിൽ ശരി അടയാളപ്പെടുത്താവുന്നതാണ്. 1. മനസ്സിൽ വിശ്വാസമില്ലാതെ പ്രത്യക്ഷത്തിൽ മുസ്ലിമായി നടിക്കുന്നവൻ. ആൻസർ മുനാഫിഖ്. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച രക്തസാക്ഷി. ആൻസർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 3. അനുസരണം എന്നാണ് ഭാഷാർത്ഥം. അത് ഏതിൻ്റെയാണ്? ആൻസർ ഇസ്ലാം എന്നതിൻ്റെ. 4. കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്ലാമിന് കീഴിൽ വന്നു. ആൻസർ ഹിജ്റ 857. 5. സെഹിർ ചെയ്യുന്നതിൻ്റെ വിധി. ആൻസർ ഹറാമ്. 6. അപമാനിക്കൽ എന്നാണ് അർത്ഥം. ആൻസർ ഇഹാനത്ത്. ഇനി രണ്ടാമത്തെ ചേരുംപടി ചേർക്കുക. 7. അറിയാനുള്ള മാർഗം. അതേതാ? ആൻസർ ബി ആണ്. പഞ്ചേന്ദ്രിയങ്ങളും ബുദ്ധിയും അറിയാനുള്ള മാർഗം. 8. ഖുർആനിൻ്റെ വ്യാഖ്യാനവും വിശദീകരണവുമാണ്. ആൻസർ സി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. 9. അദൃശ്യജ്ഞാനങ്ങളുടെ സ്രോതസ്. ആൻസർ ഡി. ഖുർആനും നബിചര്യയും. 10. ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തത്. ആൻസർ ഇ. ഗൈബ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് കഴിയാത്തതാണിത് ഗൈബ് എന്ന് പറയുന്നത്. 11. ഐഹിക ലോകത്തോടുള്ള അതിയായ ആർത്തിയും മരിക്കാനുള്ള ഭയവും. ആൻസർ എ. വഹൻ. ഇനി മൂന്നാമത്തെ വിട്ട ഭാഗം പൂരിപ്പിക്കുക. 12. റബ്ബന ഗഫിർ ലനാ ഡാഷ് അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. 13. വിശ്വാസം ഡാഷിൻ്റെ അടിസ്ഥാനവും കർമ്മങ്ങൾ അതിൻ്റെ ഫലവുമാണ്. വിശ്വാസം ഈമാനിൻ്റെ അടിസ്ഥാനവും കർമ്മങ്ങൾ അതിൻ്റെ ഫലവുമാണ്. 14. മദീനയിൽ നിന്ന് നഹാവന്തിലേക്ക് ഡാഷ് കിലോമീറ്ററിലധികം ദൂരമുണ്ട്. എത്ര? 1850 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. 15. വമയ്യബ്തഗി ഡാഷ് ദീനൻ ഫൽ യുഖ്ബല മിൻഹു. ഗൈറൽ ഇസ്ലാമി ദീനൻ. ഓക്കെ. 16. ഇന്ന ഹാദാ ഡാഷ് യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. 17. നിരവധി ഡാഷ് കഴിഞ്ഞിട്ടും ഒരു മാറ്റവും സംഭവിക്കാതെ ഖുർആൻ നിലനിൽക്കുന്നു. നിരവധി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഒരു മാറ്റവും സംഭവിക്കാതെ ഖുർആൻ നിലനിൽക്കുന്നു. 6. ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ എത്ര? ആൻസർ 6000-ലേറെ. 19. ലോകത്ത് ഏറ്റവും കൂടുതൽ ഹൃദ്യസ്ഥമാക്കപ്പെടുന്ന ഗ്രന്ഥം ഏത്? ആൻസർ വിശുദ്ധ ഖുർആൻ. 20. ഖബറിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന മലക്കുകൾ ആര്? ആൻസർ മുൻകർ അലൈഹിസ്സലാം, നക്കീർ അലൈഹിസ്സലാം. 21. ഈമാനിൻ്റെ ശാഖകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏത്? ആൻസർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. 22. ജനങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് ആരാണ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത്? ആൻസർ അല്ലാഹു. 23. ഉറങ്ങുന്ന സമയത്ത് നമ്മിൽ നിന്ന് എന്താണ് വേർപ്പെടുന്നത്? ആൻസർ തിരിച്ചറിവ്. 8. ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24. ഖബറിലുള്ളവർക്ക് സദാസമയവും കാണിക്കും എന്ത്? ആൻസർ സ്വർഗാവകാശിയാണെങ്കിൽ സ്വർഗീയ സ്ഥാനവും നരകാവകാശിയാണെങ്കിൽ നരകത്തിലെ സ്ഥാനവും. 25. എന്താണ് കറാമത്ത്? ആൻസർ ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന അത്ഭുതങ്ങളാണ് കറാമത്ത്. 26. വിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചു ആരെ എന്തിന്? ആൻസർ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തിന് സമാനമായ ഒരു സൂറത്തെങ്കിലും രചിക്കാൻ ഖുറൈശികളെ വെല്ലുവിളിച്ചു. 27. യഥാർത്ഥ വിശ്വാസികളുടെ പ്രത്യേകതകളിൽ നിന്ന് 2 എഴുതുക. ആൻസർ 1. തെറ്റുകൾ ഉപേക്ഷിക്കുക. 2. വ്യഭിചരിക്കാതിരിക്കുക. 3. മോഷണം നടത്താതിരിക്കുക. 28. സാരം എഴുതുക. ഇന്നൽ മയ്യിത്ത ല യസ്മഉ ഖർഅനി ആലിഹിം. മയ്യത്ത് നിങ്ങളുടെ ചെരുപ്പിൻ്റെ ശബ്ദം പോലും കേൾക്കും. 29. ഖുർമാൻ എന്ന മുനാഫിഖിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു? ആൻസർ യുദ്ധത്തിൽ അദ്ദേഹത്തിന് മുറിവ് പറ്റുകയും അതിൻ്റെ വേദന വയ്യാതെ ആത്മഹത്യ ചെയ്തു. 30. സത്യവിശ്വാസി ശിർക്കും കുഫ്റുമല്ലാത്ത തെറ്റു ചെയ്താൽ അവൻ്റെ അവസ്ഥ എന്ത്? ആൻസർ അവൻ ഫാസിഖാകും.
31 വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികതയ്ക്ക് 2 തെളിവുകൾ എഴുതുക. ആൻസർ പ്രവചനങ്ങൾ കാലാവസാനം വരെ നിലനിൽക്കുന്നു. ഇനി 4-മത്തേത് 5 വരിയിൽ കുറയാതെ എഴുതാനുള്ള 32 നബിമാരും മുഅ്ജിസത്തുകളും എന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈമാനിനെ കുറിച്ച്. അസാധാരണമായി അമ്പിയാക്കളിൽ നിന്നുണ്ടാകുന്ന പ്രവാചകത്വത്തിന് ശക്തി പകരുന്ന അത്ഭുത സംഭവങ്ങളാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അല്ലാഹു തആല ദൂതന്മാരായ പ്രവാചകന്മാർ എന്നതിൻ്റെ തെളിവായിട്ടാണ് മുഅ്ജിസത്തുകൾ സംഭവിക്കുന്നത്. ഖുർആൻ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ഇതിൽ ഈമാനിനെ കുറിച്ചാണെങ്കിൽ അല്ലാഹു തആലയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നതാണെന്ന് അറിയപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലുറപ്പിക്കലാണ് ഈമാൻ. വിശ്വാസമാണ് ഈമാനിൻ്റെ അടിസ്ഥാനം. കർമ്മങ്ങൾ ഈമാനിൻ്റെ ഫലങ്ങളുമാകുന്നു. ഈമാനിന് 6 റുക്നുകളുണ്ട്, 70-ലധികം ശാഖകളുമുണ്ട്. ഇനി 33-ാമത്തെ വിശുദ്ധ ഖുർആൻ അത്ഭുത ഗ്രന്ഥം എന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ കുറേ ഖബർ, ശിക്ഷ, ഒരു യാഥാർത്ഥ്യം, അതിൽ 2-1-നെക്കുറിച്ചോ എഴുതാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ അമാനുഷികതയാണ് വിശുദ്ധ ഖുർആൻ. 114 അധ്യായങ്ങളും 6000-ലേറെ സൂക്തങ്ങളുമുള്ള ഒരു മഹാഗ്രന്ഥം. ഇഹപര വിജയത്തിന് ആവശ്യമായതെല്ലാം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം, ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം, ഏറ്റവും ഹൃദ്യസ്ഥമാക്കുന്ന ഗ്രന്ഥം. വിശുദ്ധ ഖുർആൻ അമാനുഷികമാണെന്നത് ഒരാൾക്കും സംശയമില്ല. വിശുദ്ധ ഖുർആൻ അമാനുഷികം ആണെന്നതിന് ധാരാളം തെളിവുകളുണ്ട്. പിന്നെ ഖബർ ശിക്ഷ ഒരു യാഥാർത്ഥ്യം, അതിനെക്കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഈ രൂപത്തിലൊക്കെയാണ് 2025 ചോദ്യപേപ്പർ വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലോണം പഠിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകട്ടെ. നല്ല ഓർമ്മശക്തി അല്ലാഹു തആല നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.